വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാനിനിയും 34. ഓട്ടോറിക്ഷയിൽ ചിറ്റയുടെ വീടിന് മുന്നിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിഭാവരി കണ്ടു. പുറത്തെ വരാന്തയിലിരുന്ന് പത്രം വായിക്കുന്ന ഷാജി കുഞ്ഞച്ചനെ. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് മുഖമുയർത്തി നോക്കിയ ഷാജിയുടെ മുഖം അകത്തേക്ക് കയറി വരുന്ന വിഭാവരിയെ കണ്ടതും കടന്നല് കുത്തിയതുപോലെയായി. എന്താ? വരാന്തയിലേക്കുള്ള പടികൾ കയറിയതും ഷാജി കുഞ്ഞച്ചൻ ചോദിച്ചു. ചിറ്റക്ക് സുഖമില്ലെന്നറിഞ്ഞു, ഒന്ന് കാണാൻ വന്നതാ. ഓ, രോഗിയെ സന്ദർശിക്കാനുള്ള വരവാണല്ലേ? കാലത്തെ കെട്ടെഴുന്നള്ളിച്ചുകൊണ്ടുള്ള വരവ് കണ്ടപ്പോ ഞാൻ കരുതി അവിടത്തെ പൊറുതിയും മതിയാക്കി തിരികെ പോന്നതാണെന്ന്. പുച്ഛം നിറഞ്ഞ വാക്കുകൾക്ക് മറുപടി നൽകാതെ വിഭ പടികൾ കയറി അകത്തേക്ക് നടന്നു. ചിറ്റയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ പുറത്തെ ശബ്ദം കേട്ട് ചിറ്റ എഴുന്നേൽക്കാൻ തുടങ്ങുകയായിരുന്നു. അവളെ കണ്ടതും കട്ടിലിൽ എഴുന്നേറ്റിരുന്നിട്ട് അഴിഞ്ഞുലഞ്ഞു കിടന്നിരുന്ന മുടി മുകളിലേക്ക് ഉയർത്തിക്കെട്ടിക്കൊണ്ട് ചിറ്റ പറഞ്ഞു, അങ്ങേരുടെ പറച്ചിൽ കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നീ ആയിരിക്കുമെന്ന്. ഇന്നലെ തിയേറ്ററിൽ നിന്നിറങ്ങുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ചിറ്റെ, പിന്നെ എന്ത് പറ്റി പെട്ടെന്ന്? അറിയില്ലടോ കുഞ്ഞോളെ, നേരം വെളുത്തപ്പോ ശരീരം അനക്കാൻ വയ്യ. പിന്നെ ഒരു വിധത്തിൽ എഴുന്നേറ്റ് കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കുടിച്ചു. പനിയുടെ മരുന്നും കഴിച്ചപ്പോ ഒരു ആശ്വാസമുണ്ട്. ചിറ്റ എനിക്ക് വന്നതുപോലെ ഇനി പെടലിവേദന വല്ലതും ഉണ്ടോ? ഏയ്, ഇത് കോൾഡ് വന്നിട്ടുള്ള പനിയാടാ, വേറെ കുഴപ്പമൊന്നുമില്ല. അവനെവിടെ പോയി? അവൻ ഏതോ കൂട്ടുകാരന്റെ വീട്ടിൽ പോയിട്ട് വരാന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഉച്ചക്ക് ഒന്നും വെക്കണ്ട, പുറത്തൊന്നും വാങ്ങാന്നും പറഞ്ഞാ പോയേക്കുന്നേ. അവനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഒന്നും വാങ്ങണ്ടെന്ന്. ഉച്ചക്കത്തേക്ക് ഞാൻ ഉണ്ടായിക്കൊള്ളാം. നീ അവിടെ വല്ലോടുത്ത് ഇരിക്കുക കൊച്ചേ, അതൊക്കെ അവൻ വാങ്ങിച്ചോളും. ചിറ്റ അവളെ തടഞ്ഞെങ്കിലും ബാഗിൽ നിന്നും അവൾ മൊബൈൽ എടുത്തു. അതേ സമയത്ത് തന്നെ അവളുടെ മൊബൈൽ റിങ് ചെയ്യാനും തുടങ്ങി. സ്ക്രീനിലേക്ക് നോക്കിയതും അവളുടെ മുഖത്ത് നിറഞ്ഞ അനിഷ്ടം കണ്ട് ചിറ്റ അവളെ സൂക്ഷിച്ചു നോക്കി. ആരാ കുഞ്ഞോളെ? ആ വരുണാ ചിറ്റെ. ആണോ? അതിന് നിന്റെ മുഖമെന്താ വല്ലാതായത്? അതിന് മറുപടി പറയാതെ അവൾ കോൾ കണക്ട് ചെയ്തിട്ട് ഫോൺ ചെവിയിലേക്ക് ചേർത്തു. ഹലോ, പറയടാ. നീ ഇപ്പോ ഹോസ്റ്റലിലുണ്ടോ? ഇല്ല, ഞാൻ ചിറ്റയുടെ വീട്ടില. ചിറ്റക്ക് നല്ല സുഖമില്ലേ? എന്താ? ഒരു കാര്യം പറയാനാ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഇങ്ങോട്ടോ? വേണ്ട വേണ്ട. പക്ഷേ അത് കേൾക്കും മുന്നേ അപ്പുറത്ത് കോൾ കട്ടായിരുന്നു. ശേ, എന്താടി? ഫോണും പിടിച്ച് വിഷമിച്ചിരിക്കുന്ന അവളെ നോക്കി ചിറ്റ ചോദിച്ചു. അവനിപ്പോ ഒരു രക്ഷയില്ലെന്നേ. ആ, എന്തായാലും വരട്ടെ. നീ വല്ലതും കഴിച്ചിട്ടാണോ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്? ആ ചിറ്റെ, ഞാനൊന്ന് അടുക്കളക്കാരി നോക്കട്ടെ, എന്നിട്ട് അനുക്കുട്ടനെ വിളിച്ചോളാം. ചിറ്റ കിടന്നു. അതും പറഞ്ഞ് വിഭ അടുക്കളയിലേക്ക് നടന്നു. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഒരുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഗേറ്റ് തുറക്കുന്നതും ഒരു കാറ് അകത്തേക്ക് കയറി വരുന്ന ശബ്ദവും അവൾ കേട്ടത്. വരുണാവും ആ വന്നത് എന്ന് ഓർത്തതും അവൾ ധൃതി പിടിച്ച് മുൻവശത്തേക്ക് ചെന്നു. മുൻവശത്ത് നിർത്തിയ ഒരു BMW കാറിൽ നിന്നും വരുണിനൊപ്പം അവന്റെ അച്ഛനും അമ്മയും ഇറങ്ങുന്നത് കണ്ടതും വിഭ ശരീരം തളർന്നതുപോലെ തൊട്ടടുത്ത് കിടന്നിരുന്ന കസേരയുടെ കയ്യിലേക്ക് കയറി പിടിച്ചു. കുഞ്ഞച്ചൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. നമസ്കാരം, ഞാൻ പ്രഭാകരൻ, PWD കോൺട്രാക്ടറാണ്. പടികൾ കയറി വന്ന വരുണിന്റെ അച്ഛൻ സ്വയം പരിചയപ്പെടുത്തുന്നത് കേട്ടുകൊണ്ട് അവൾ അകത്തു നിന്നു. കുഞ്ഞച്ചനും തിരികെ കൈകൾ കൂപ്പുന്നുണ്ട്. ഇതെന്റെ ഭാര്യ സാവിത്രി, NSS കോളേജിൽ പ്രൊഫസറാണ്. വരുൺ ഞങ്ങളുടെ ഓരോരു മകനാണ്. ഓ, വരുണിനെ അറിയാം, വൈഫിന്റെ ചേച്ചിയുടെ മകളുടെ ഫ്രണ്ടാണ്. ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുമുണ്ട്. അകത്തേക്ക് ഇരിക്കാം, വരൂ. കുഞ്ഞച്ചൻ അവരെയും ക്ഷണിച്ച് അകത്തേക്ക് നടക്കാൻ തുടങ്ങിയതും വിഭ ചിറ്റയുടെ മുറിയിലേക്ക് ഓടിക്കയറി. ആരാടിയത്? ആ വരുൺ അവന്റെ അച്ഛനെയും അമ്മയെയും കൂട്ടി വന്നേക്കുവന്നേ. എന്തിന്? എഴുന്നേൽക്കുന്നതിനിടയിൽ ചിറ്റ ചോദിച്ചു. എന്നെ പെണ്ണ് കാണാൻ. മുഖം കനപ്പിച്ച് പറയുന്നവളെ ഒന്ന് നോക്കിയിട്ട് ചിറ്റ പുറത്തേക്ക് നടന്നു. ആ, ഇതാണ് എന്റെ ഭാര്യ രമ. ആള് പനിയായിട്ട് കിടപ്പായിരുന്നു. സ്വീകരണ മുറിയിൽ കുഞ്ഞച്ചൻ പറയുന്നത് അവൾ കേട്ടു. ആണോ? എന്നാ പിന്നെ വന്ന കാര്യം വേഗം അങ്ങ് പറഞ്ഞേക്കാം. എന്തേ വിഭാവരി ഇവിടെ ഇല്ലേ? അവൾ അകത്തുണ്ട് മോളെ. ചിറ്റയുടെ വിളി കേട്ടതും
അവൾ വാതിൽക്കലേക്ക് ചെന്നു നിന്നു. വരുണിന്റെ അച്ഛനും അമ്മയും തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് അവൾ കണ്ടു. അമ്മയുടെ മുഖത്തൊരു ചിരിയുണ്ട്. അച്ഛൻ പക്ഷേ ഗൗരവത്തിലാണ്. വിഭാവരിയെ വിവാഹം കഴിക്കണമെന്നാണേ ഇവന്റെ ആഗ്രഹം. ഇന്നേ വരെ അവന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഞങ്ങൾ എതിര് നിന്നിട്ടില്ല. അതുകൊണ്ട് ഇതും അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. വരുണിന്റെ അമ്മ ചിറ്റയെ നോക്കി പറഞ്ഞു. സത്യം പറഞ്ഞ താല്പര്യമുണ്ടായിട്ടല്ല. പക്ഷെ ഇവൻ ഇത് തന്നെ മതിയെന്ന് നിർബന്ധം പിടിച്ച പിന്നെ എന്തു ചെയ്യാനാ? ഇപ്പോഴത്തെ പിള്ളേരല്ലേ. വരുണിന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടതും ചിറ്റയുടെ മുഖം കറുത്തു. വിഭാവരി പക്ഷേ അതെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ ഇത്ര പെട്ടെന്നൊരു വിവാഹാലോചന വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. കുഞ്ഞച്ചൻ ചിരിയോടെ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ ചിറ്റ അങ്ങേരെ നോക്കി. ഡിവോഴ്സ് കഴിഞ്ഞ കൊച്ചാണെന്നൊക്കെ ഇവൻ ദേ ഇന്നലെയാ പറയുന്നത്. ആ, അടക്കായാൽ മടിയിൽ വെക്കാം, അടക്കാമരമായാൽ എന്ത് ചെയ്യാനാ? ഉള്ളത് പറഞ്ഞ എനിക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ കാര്യത്തിൽ. അച്ഛാ, ഈ കാര്യമൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞതല്ലേ, ഇനി അതൊക്കെ ഇവിടെ ഒന്ന് പറയേണ്ട കാര്യമുണ്ടോ? വരുൺ ദേഷ്യത്തോടെ അച്ഛന് നേരെ തിരിഞ്ഞു. ആ, ഞാൻ പറയട്ടടാ, വിവാഹത്തിന് താല്പര്യമില്ല എന്നേ പറഞ്ഞുള്ളൂ, സമ്മതമല്ല എന്നല്ല. നാളെ വീട്ടിലേക്ക് കയറി വരാൻ പോകുന്ന കൊച്ചല്ലേ, അവളും ഇത് അറിഞ്ഞിരിക്കണ്ടേ? മോളെ, എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. നാളെ ഒരിക്കൽ മോളെ എന്റെ സ്വന്തം മോളായിട്ട് തന്നെ ഞാൻ കണക്കാക്കുകയും ചെയ്തേക്കാം. പക്ഷെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. വിഭയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. എല്ലാവരുടെയും നോട്ടം അവളിലേക്കായി. എല്ലാവരും ക്ഷമിക്കണം. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയോ അഹങ്കാരം കൊണ്ടോ പറയുന്നതല്ല. പക്ഷെ ഞാനൊരു വ്യക്തിയാണ്. നിങ്ങളെയൊക്കെ പോലെ തന്നെ എനിക്കുമുണ്ട് ചിന്തിക്കാൻ ഒരു മനസ്സും, അതുപോലെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും. വരുൺ എന്റെ നല്ലൊരു സുഹൃത്താണ്, പല കാര്യങ്ങളിലും എന്റെ ഒപ്പം നിന്നിട്ടുള്ളവൻ. പക്ഷെ ആ സൗഹൃദത്തിന് മറ്റൊരു നിറം നൽകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അവനോടിത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ടും അത് മനസ്സിലാക്കാതെയാ അവനിപ്പോ അച്ഛനെയും അമ്മയെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപക്ഷെ ആരും ഉണ്ടാകില്ല വരുൺ കൂടെ നിൽക്കാൻ. ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റിയില്ലെന്നും വരാം. പക്ഷെ അതിനു പകരം ആഗ്രഹിക്കാത്തൊരു ജീവിതം, അതെത്ര തന്നെ സുഖം നിറഞ്ഞതാണെങ്കിലും വെച്ച് നീട്ടിയിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാനാവില്ല ആർക്കും. ആ ജീവിതം കൊണ്ട് എനിക്കോ നിനക്കോ ഒരിക്കലും ഒരു സന്തോഷവും ഉണ്ടാകില്ല. നീ എന്നും എൻ്റെ നല്ലൊരു സുഹൃത്തായിരിക്കും. അതിനപ്പുറം മറ്റെന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും എന്നെ അന്വേഷിച്ച് വരരുത്, പ്ലീസ്. അതും പറഞ്ഞിട്ട് അവൾ കട്ടിലപ്പടിയിൽ ചാരി കൈ കെട്ടി നിന്നു. ആ കൊച്ചിന് പറയാനുള്ളത് കേട്ടല്ലോ, ഇനി പോകാലോ അല്ലേ? വരുണിന്റെ അച്ഛൻ അവനെയും അമ്മയെയും നോക്കി ചോദിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. മോള് ക്ഷമിക്കണം, മോൾക്കും ഇഷ്ടമാണെന്ന് ഇവൻ പറഞ്ഞതുകൊണ്ടാ ഞാനും വന്നത്. വിഭയുടെ അടുത്ത് ചെന്ന് പറഞ്ഞ ശേഷം വരുണിന്റെ അമ്മയും പുറത്തേക്ക് നടന്നു. ഇനി നിനക്ക് വല്ലതും പറയാനുണ്ടോ വരുണെ? തലകുനിച്ച് സെറ്റിയിലിരിക്കുകയായിരുന്ന വരുണിനോട് വിഭ ചോദിച്ചു. ദീർഘമായി ഒന്ന് നിശ്വസിച്ച ശേഷം അവൻ മുഖമുയർത്തി അവളെ നോക്കി. പിന്നീടൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി നടന്നു. വൈകുന്നേരം വിഭ തിരികെ ഹോസ്റ്റലിലേക്ക് എത്തിയപ്പോൾ ആശ്രയ ഹരിയോടൊപ്പം പുറത്തു പോയിരിക്കുകയായിരുന്നു. ചിറ്റയുടെ വീട്ടിൽ വെച്ച് തന്നെ ആശ്രയയോട് കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ കുറെ ആശ്വസിപ്പിച്ചെങ്കിലും കാലത്തെ ആ സംഭവം മാനസികമായി വിഭയെ വല്ലാതെ ഉലച്ചിരുന്നു. വരുണും വീട്ടുകാരും പോയി കഴിഞ്ഞതും ഷാജി കുഞ്ഞത്തിന്റെ വക കുറ്റപ്പെടുത്തലുകളും അവൾക്ക് കേൾക്കേണ്ടി വന്നു. കാണുന്നവരോടൊക്കെ ആവശ്യത്തിൽ കൂടുതൽ അടുത്തു പെരുമാറിയിട്ടാണ് ആളുകൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുമായി വരുന്നതെന്നും പറഞ്ഞായിരുന്നു കുഞ്ഞച്ചന്റെ വക വഴക്ക്. അവനൊരു കല്യാണാലോചനയുമായി വന്നതിനാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും പറഞ്ഞ് ചിറ്റ കുഞ്ഞച്ചനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവളെ കുറ്റപ്പെടുത്താൻ കിട്ടിയ ആ അവസരം പുള്ളി ശരിക്കും വിനിയോഗിച്ചു. ഇടയ്ക്ക് സരോജിനി ചിറ്റ വല്ലതുമൊക്കെ കൊടുത്തു സഹായിച്ചിരുന്നത് അന്ന് ജയദേവുമായി ഉണ്ടായ പ്രശ്നത്തിന് ശേഷം ഇല്ലാതായി പോയിരുന്നു. അതിന്റെ ഒരു ദേഷ്യവും ഷാജി കുഞ്ഞത്തിന് അവളോടുണ്ടായിരുന്നു. ചിന്തകളുടെ ഭാരം മനസ്സിനെ ഞെരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ഓർത്തത് സുദേവിനെ കുറിച്ചായിരുന്നു. അവൾ വേഗം ഫോണെടുത്ത് സുദേവിനെ വിളിച്ചു. വിഭക്കുട്ടി. നീട്ടിയുള്ള വിളി കാതിലേക്ക് എത്തിയതും മനസ്സ് നിറഞ്ഞവൾ ചിരിച്ചു. മാഷേ, എവിടെയുണ്ട്? ഞാൻ ഫ്ലാറ്റിലുണ്ട്. ഫ്രീ ആന്നേ, എന്നെ ഒന്ന് പുറത്തുണ്ടാവോ? പിന്നെന്താ, എവിടെയാ പോവേണ്ടത്? മാഷിന് ഇഷ്ടമുള്ളടത്ത് പോയാൽ മതി, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അതാ. ഓ യെസ്, ഞാൻ ദാ എത്തി, റെഡി ആയിക്കോ കേട്ടോ. വിളിച്ചു പറഞ്ഞ് അല്പസമയത്തിനുള്ളിൽ തന്നെ സുദേവ് കാറുമായി ഹോസ്റ്റലിൽ താഴെയെത്തി. പോകാം,
കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയ ഉടനെ വിഭ പറഞ്ഞു. ചൈനീസ് കോളറുള്ളൊരു ഫുൾ സ്ലീവ് വൈറ്റ് ഷർട്ടും ഡാർക്ക് ബ്ലൂ ജീൻസുമായിരുന്നു സുദേവിന്റെ വേഷം. ആദ്യമായിട്ടായിരുന്നു അത്തരമൊരു വേഷത്തിൽ അവൾ അവനെ കാണുന്നത്. കൊള്ളാലോ മാഷേ, കൈകൊണ്ട് സൂപ്പർ എന്ന ആംഗ്യം കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഓരോരുത്തന്മാര് പിന്നെ അങ്കിളെ എന്നൊക്കെ കയറി വിളിച്ച പിന്നെ എന്താ ചെയ്യുക, അതുകൊണ്ടൊന്ന് ഒരുങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. എന്റെ മാഷേ, അവ മനഃപൂർവ്വം മാഷിനെ ഒന്ന് ചൊറിഞ്ഞതാ. ഒന്ന് ചരിഞ്ഞ് ഡോറിലേക്ക് ചാരിയിട്ട് അവനെ നോക്കി മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ വിഭക്കുട്ടിയുടെ കൂടെ നിൽക്കുന്നത് പുള്ളിക്കത്ര പിടിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി. ഐ തിങ്ക് ഹി ലവ്സ് യു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ സുദേവ് പറഞ്ഞു. ഓഹോ, ഇതൊക്കെ എപ്പോ കണ്ടുപിടിച്ചു? ഇന്നലെ രാത്രി ആലോചിച്ചപ്പോ തോന്നിയതാ. നന്നായി, എന്തായാലും പുരോഗമനമുണ്ട്. എന്നെ കുറിച്ച് കുത്തിപ്പിടിച്ചെന്ന് ആലോചിക്കാനും ഇപ്പൊ ഒരാളുണ്ടല്ലോ. പിന്നെ ആലോചിക്കാതെ പറ്റുമോ? ബോഡി ഗാർഡായി പോയില്ലേ? ബോഡി ഗാർഡിന് ഇതുപോലെ കണ്ട പെൺപിള്ളേരെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന സ്വഭാവമുണ്ടോ? ഉണ്ടെങ്കിൽ. ഹൈവേയിലേക്ക് വണ്ടി കയറ്റുന്നതിനിടയിൽ കുസൃതി നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവളെ ഒന്ന് നോക്കി. കൊല്ലും ഞാൻ, ഓർക്കാതെ പെട്ടെന്ന് പറഞ്ഞതും നാക്ക് കടിച്ചുകൊണ്ടവൾ മുഖം വെട്ടിത്തിരിച്ചു. തെല്ലൊരു അത്ഭുതത്തോടെ അവൻ തല ചരിച്ച് അവളെ നോക്കി. അത് പിന്നെ ഞാനല്ലേ ബോഡി ഗാർഡിന് കാശ് തരുന്നേ, അപ്പോ പിന്നെ വേറെ വല്ലവരെയും കുറിച്ച് ചിന്തിച്ചാൽ എങ്ങനെ ശരിയാവുക? രക്ഷപ്പെടാനായിട്ട് അതും പറഞ്ഞിട്ടവൾ അവൻ കാണാതെ നെറ്റിയിലൊന്ന് തല്ലി. ഇപ്പൊ കയ്യിന്ന് പോയേനെ. ഓർത്തതും പൊട്ടി വന്ന ചിരി ചുണ്ട് കടിച്ച് അമർത്തിക്കൊണ്ടവൾ പുറത്തേക്ക് നോക്കി. വിഭക്കുട്ടി ജീൻസ് ഇട്ടിട്ട് കൊള്ളാട്ടോ. ആന്നോ? അവൾ സ്വയം ഒന്ന് നോക്കി. ലൈറ്റ് ബ്ലൂ ജീൻസും അതിന് ചേർന്നൊരു ടോപ്പുമായിരുന്നു അവളുടെ വേഷം. ഇന്ന് നമ്മുടെ ആശ്രയം എവിടെ പോയി? അവളും ഇൻസ്പെക്ടറും കൂടി എവിടെയോ കറങ്ങാൻ പോയേക്കുവാ. എങ്ങോട്ടാ മാഷെ നമ്മൾ പോകുന്നേ? നമുക്ക് കോപ്റ്റ് അവന്യൂ വാക്വേയിലേക്ക് പോവാം. എതിരെ വന്ന കാറിനെ സൈഡ് കൊടുക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു. അതെവിടാ? നമ്മുടെ തോപ്പുംപടി BTO പാലത്തിനോട് ചേർന്നുള്ള ഒരു വാക്വേ ആണ്. മറൈൻ വാക്വേ പോലെ തന്നെ. ആണോ? ഞാനിതുവരെ അവിടെ പോയിട്ടില്ല, അവൾ ഉത്സാഹത്തോടെ പറഞ്ഞു. നമ്മുടെ മറൈൻ വാക്വേയേക്കാൾ അല്പം കൂടി കാമാൻ കൊറ്റാണ്. വെബക്കുട്ടിക്ക് എന്താണ് പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയാം, അവിടെ ചെല്ലട്ടെ. ഇതിൽ നല്ല പാട്ടൊന്നുമില്ല മാഷെ. അവൾ മുന്നോട്ടാഞ്ഞ് ഓഡിയോ സിസ്റ്റം ചെക്ക് ചെയ്തു. സിസ്റ്റത്തിൽ കുത്തിയിരുന്ന പെൻ ഡ്രൈവ് സെലക്ട് ചെയ്തിട്ട് സുദേവ് പ്ലേ ബട്ടൺ അമർത്തി. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ. ആ പാട്ട് കേട്ടതും വിഭ ഉടനെ തന്നെ അത് ഓഫ് ചെയ്തു. വഴിയകന്നു പോയവളൊക്കെ അങ്ങ് പോയിക്കോട്ടെ, നമുക്കേ വേറെ നല്ലത് നോക്കാം. അല്ല പിന്നെ. സ്ക്രീനിൽ കണ്ട ലിസ്റ്റിൽ നിന്നും പാട്ടുകൾ സെലക്ട് ചെയ്യുന്നതിനിടയിൽ അവനെ നോക്കി അവളൊന്ന് കണ്ണിറുക്കി. ഒടുവിലൊരു പാട്ട് സെലക്ട് ചെയ്ത ശേഷം അവൾ പ്ലേ ബട്ടൺ അമർത്തി. കൈതപ്പുറത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷ് ഈണം നൽകിയ മഴയെത്തും മുൻപ് എന്ന സിനിമയിലെ ഗാനം കാറിനകത്ത് മെല്ലെ ഉണർന്നു. എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. മുടി മുന്നോട്ടെടുത്തിട്ട് സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ച് പാട്ട് ആസ്വദിക്കുന്നവളെ ഇടയ്ക്ക് നോക്കിക്കൊണ്ട് സുദേവ് വണ്ടി ഓടിച്ചു. വാക്വേയോട് ചേർത്ത് കാർ നിർത്തിയതും വിഭ ചാടി ഇറങ്ങി താഴോട്ടുള്ള പടികളിലൂടെ വാക്വേയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നും പുഴയിലേക്കും നോക്കി നിന്നു. താഴേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ ഒന്ന് നോക്കിയിട്ട് അവൾ അടുത്തുള്ള ഐസ്ക്രീം കാറിനു നേരെ കൈ ചൂണ്ടി. ചോക്കോ ബാർ. ചുണ്ടു ചുളുക്കിയുള്ള പറച്ചിൽ കേട്ട് ചിരിയോടെ അവൻ ഐസ്ക്രീം വാങ്ങാനായി നീങ്ങി. 2 ചോക്കോ ബാറുകൾ വാങ്ങി തിരികെ എത്തിയപ്പോഴേക്കും അവൾ സിമന്റ് തിട്ടയിലേക്കിരുന്ന് ചുവന്നു തുടങ്ങിയിരുന്ന മാനത്തിന്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. പുഴയിൽ നിന്നുള്ള കാറ്റിൽ മുഖത്തേക്ക് വീണ് ഇളകിക്കൊണ്ടിരുന്ന മുടിയിഴകൾ ഒതുക്കിക്കൊണ്ടവൾ ചോക്കോ ബാറിനായി കൈനീട്ടി. ഇനി പറയ്, എന്താ പ്രശ്നം? പാക്കറ്റ് തുറന്ന് ചോക്കോ ബാർ രുചിക്കാൻ തുടങ്ങിയവളോട് സുദേവ് ചോദിച്ചു. പ്രശ്നം ഇന്നലെ പറഞ്ഞത് തന്നെ. എന്ത്? സിനിമയുടെ ടിക്കറ്റ് കൊടുത്തതോ? ഈ ചോക്കോ ബാർ വെച്ച് ഒരൊറ്റ കുത്തു ചെന്നാലുണ്ടല്ലോ. കയ്യിലിരുന്ന ഐസ്ക്രീം കൊണ്ട് അവനെ കുത്തുന്നത് പോലെ കാണിച്ചിട്ട് അവൾ തുടർന്നു. അതൊന്നും അല്ല മാഷേ, ആ വരുണിന്റെ കാര്യം തന്നെ സംസാരിക്കാനാ. ഓ ആണോ? എന്നാ പറയ്.
കയ്യിലിരുന്ന ചോക്കോബാർ കഴിച്ചുകൊണ്ട് അവനും പറഞ്ഞു, അവൻ ഇന്ന് അച്ഛനെയും അമ്മയെയും കൂട്ടി എന്നെ പെണ്ണ് കാണാൻ വന്നിരുന്നു മാഷെ. അതും പറഞ്ഞിട്ടവൾ സുദേവിന് നേർക്ക് നോക്കി. നായികയ്ക്ക് കല്യാണാലോചന വന്നെന്ന് കേട്ട് ഞെട്ടിത്തെറിക്കുന്ന നായകന്റെ ഭാവങ്ങൾ പ്രതീക്ഷിച്ച അവളെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവൻ ചോക്കോബാറും കടിച്ച് ചുമ്മാ അവളെയും നോക്കി അങ്ങിരുന്നു. കുരങ്ങൻ കുന്തം വിഴിഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടില്ലേ? ഓ, നീ കുറെ പാടുപെടും മോളെ. എന്താ ആലോചിക്കുന്നേ? പെണ്ണ് കാണാൻ വന്നിട്ട്? അവന്റെ ചോദ്യം കേട്ട് വിഭ ചിന്തയിൽ നിന്നുണർന്നു. അവൻ എന്റെ നല്ലൊരു സുഹൃത്താണ് മാഷെ. ആലപ്പുഴയിൽ വെച്ച് ഞങ്ങൾ MBA ഒരുമിച്ച് പഠിച്ചിരുന്നപ്പോൾ തൊട്ടുള്ള സൗഹൃദമാണത്. എപ്പോഴാണ് അവന്റെ സൗഹൃദത്തിൽ പ്രണയം കലർന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരിക്കലും അവനെ ആ രീതിയിൽ കാണാൻ സാധിച്ചിട്ടില്ല മാഷെ. അത് മാത്രമല്ല, ഇത്രയും ഞാൻ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിച്ചത്. ഇനിയും വയ്യ. ഇനിയെങ്കിലും എനിക്ക് എന്റെ ജീവിതം ഒന്ന് ജീവിക്കണ്ടേ മാഷെ? മാഷ്ക്കറിയോ, ചിറ്റ ഇന്ന് എന്നെ കുറ്റപ്പെടുത്തി. ആ ആലോചന എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വന്നതല്ലേ, സമ്മതിക്കായിരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ അച്ഛൻ എന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത് അയാൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. അയാളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഒരേ ഒരു മകൻ, അവന് രണ്ടാം കെട്ടുകാരെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കാ ഇഷ്ടപ്പെടുക? ചുവന്നു തുടങ്ങിയിരുന്ന പുഴയിലെ ഓളങ്ങളിലേക്ക് അവൾ മുഖം തിരിച്ചെങ്കിലും ആ കണ്ണുകളിലെ വേദന സുദേവ് കണ്ടിരുന്നു. എന്നോട് ഇപ്പോ ഈ പറഞ്ഞതുപോലെ വിഭക്കുട്ടി വരുണിനോട് പറഞ്ഞിട്ടുണ്ടോ? വിവാഹത്തിന് താല്പര്യമില്ലെന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ തിരികെ അവനെ നോക്കി. താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സംസാരിച്ചിട്ടില്ല. ആ, എങ്കിലും സംസാരിക്കണം. അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു തന്നെ പറയണം. എന്തുകൊണ്ടാണ് വരുണിന്റെ വിവാഹാലോചന വേണ്ടെന്ന് വെക്കുന്നത് എന്നുള്ള വ്യക്തമായ കാരണം അവനെ പറഞ്ഞു മനസ്സിലാക്കണം. വിഭക്കുട്ടിയുടെ വ്യക്തിത്വത്തെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സുഹൃത്താണ് അവനെങ്കിൽ നിന്നെ അവന് മനസ്സിലാകൂ. അല്ലെങ്കിൽ പിന്നെ ആ സൗഹൃദം വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? പിന്നെ ചിറ്റ അങ്ങനെ പറഞ്ഞതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ചിറ്റ എപ്പോഴും വിഭക്കുട്ടിയുടെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ചിറ്റയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ആ കല്യാണാലോചന എല്ലാം കൊണ്ടും നല്ലതാണ്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് വരുൺ. അതുകൊണ്ടാണ് ചിറ്റ അങ്ങനെ പറഞ്ഞത്. വിഭക്കുട്ടിയുടെ താല്പര്യത്തെക്കാൾ ചിറ്റ ചിന്തിച്ചിട്ടുണ്ടാവുക ആ കല്യാണം നടന്നാൽ വിഭക്കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നല്ലൊരു ഭാവിയെ പറ്റിയായിരിക്കും. ഈ പയ്യൻ ആളെങ്ങനെ? കുഴപ്പക്കാരനാണോ? ഏയ്, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ പ്രശ്നക്കാരനൊന്നുമല്ല. ഞാൻ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. ഇന്നത്തെ കാലത്ത് അറിയാലോ, പ്രേമമോ വിവാഹമോ ഒക്കെ നിഷേധിച്ചാൽ പിന്നെ കത്തിയോ ആസിഡോ ഒക്കെയാണ് അന്വേഷിച്ചു വരിക. അതുകൊണ്ട് ചോദിച്ചതാ. വരുൺ അങ്ങനെയുള്ള ആളല്ല മാഷേ. ഓക്കെ, എങ്കിൽ കുഴപ്പമില്ല. നല്ലൊരു സൗഹൃദമാണെങ്കിൽ ആ പയ്യനെ പറഞ്ഞു മനസ്സിലാക്കി ആ സൗഹൃദം തുടരാൻ പറ്റിയാൽ അത് നല്ലൊരു കാര്യമായിരിക്കും. താങ്ക് യു മാഷേ. ഇപ്പോഴാ ഒരു സമാധാനമായത്. എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ വേറെ ആരുമില്ല. അമ്മയെ കഴിഞ്ഞ് ഈ ഒരു കെയറിങ്ങും സുരക്ഷിതത്വവും എനിക്ക് മറ്റാരുടെ അടുത്തൊന്നും കിട്ടിയിട്ടുമില്ല. സുദേവിനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. സന്തോഷം വന്നാലും കണ്ണുകൾ നിറയും എന്നവൾക്ക് മനസ്സിലായി. എന്തിനാ എപ്പോഴും ഇങ്ങനെ കണ്ണു നിറയ്ക്കുന്നേ? തുടച്ചുകളഞ്ഞേ. പോക്കറ്റിൽ നിന്നവൻ കേർച്ചീഫ് എടുത്തു നീട്ടി. ചുമ്മാ ഒരു രസം. ആ കേർച്ചീഫ് വാങ്ങിയിട്ട് ചിരിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ തുടച്ചു. അതെ, എനിക്ക് ഒരു ചോക്കോബാർ കൂടി വാങ്ങിത്തരുമോ? അവൾ പറഞ്ഞത് കേട്ട് ഒരു ചോക്കോബാർ കൂടി ആ ഐസ്ക്രീം വിൽപ്പനക്കാരിൽ നിന്നും അവൻ വാങ്ങി നൽകി. മാഷിന് വേണ്ടേ? അതിന്റെ പാക്കറ്റ് പൊളിക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു. വേണ്ട. ആ, പിന്നൊരു കാര്യം കൂടിയുണ്ട്. അടുത്ത ശനിയാഴ്ച ക്ലിനിക്കിന്റെ വാർഷികാഘോഷമാണ്. ജ്യോതിഷ് സാർ പറഞ്ഞായിരുന്നോ? അവൻ പറഞ്ഞിരുന്നു. അപ്പൊ മാഷും ഉണ്ടാവുമല്ലോ. എന്നെ ആശ്രയം കൊണ്ടുപോകണം കേട്ടോ. അന്ന് സാരി ഉടുക്കണമെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നേ. എനിക്ക് അന്നേ സാരി ഉടുക്കാൻ അത്രക്ക് വശമൊന്നുമില്ലെന്നേ. അപ്പോ അന്നാദ്യമായി ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോ ഇപ്പൊ കുട്ടി സാരിയല്ലേ ഉടുത്തിരുന്നത്? അതെന്ന് അല്പം മെച്ചൂരിറ്റി തോന്നാനായി ചിറ്റയെ കൊണ്ട് ഉടുപ്പിച്ചതല്ലേ. ആള് കൊള്ളാലോ. അന്ന് ഇടി കൊണ്ട് ഒടിഞ്ഞു തുറങ്ങി വീണപ്പോഴും അതൊക്കെ ശ്രദ്ധിച്ചല്ലേ? അന്ന് മുന്നിലേക്ക് വന്നു വീണപ്പോ ഞാൻ ആദ്യം പിടിച്ചതാ സാരിയിലല്ലേ? ആന്നോ? ഞാനതൊന്നും ഓർക്കുന്നില്ല. അന്ന് കണ്ടപ്പോ പേടിച്ചു പോയിരുന്നു. കയറി പിടിച്ചപ്പോ സാരി അഴിഞ്ഞു പോകാതിരുന്നത് ഭാഗ്യം. അവൾ വാ പൊത്തി ചിരിച്ചു. അന്ന് പേടിച്ചത് കൊണ്ടാണല്ലേ രണ്ടാമത് കാറിൽ വെച്ച് കണ്ടപ്പോൾ പിടിച്ച് കടിച്ചത്? സുദേവ് അത് തമാശയായിട്ട് ചോദിച്ചാണെങ്കിലും
അത് കേട്ട അവളുടെ മുഖം മങ്ങിപ്പോയി. ഏയ് വിഭക്കുട്ടി, ഞാൻ ചുമ്മാ പറഞ്ഞതാടാ. എവിടെ ആ കൈയൊന്ന് നോക്കട്ടെ, അവൾ ചോദിച്ചപ്പോൾ അവൻ ഇടത്തെ കൈ അവളുടെ മുന്നിലേക്ക് നീട്ടി. അവന്റെ കൈത്തണ്ടയിൽ വട്ടത്തിൽ കിടക്കുന്ന ആ പാടുകളിൽ അവൾ വിരലോടിച്ചു. സോറി മാഷേ. എന്തിന്? ഈ പാട് കാണുമ്പോ ഇനി എന്നും ഈ കീരിപ്പല്ലുകാരിയെ ഓർക്കാമല്ലോ. കൊഞ്ചിച്ചുകൊണ്ടവൻ അവളുടെ മൂക്കിൻ തുമ്പത്തൊന്ന് വലിച്ചു. ഒരു നിമിഷം കൊണ്ടവളുടെ കണ്ണുകളിലേക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ മുഴുവൻ ഓടിയെത്തി. കാറ്റിൽ മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾക്കിടയിലൂടെ അവനെ നോക്കിയ കണ്ണുകളിലൂടെ അവനെ മുഴുവനായി തന്റെ ഹൃദയത്തിലേക്ക് അവൾ ആവാഹിച്ചെടുത്തു. തുടരും. പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം പുതിയ ആളുകളിലേക്ക് കൂടി ഈ കഥയെത്തിക്കുവാൻ നിങ്ങളും കൂടി സഹായിക്കണേ. കഴിയുന്നവർക്കൊക്കെ ഈ കഥയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ.